നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സന്ധ്യയ്ക്ക് ശേഷം പുഴയുടെ കടവിൽ ചെന്ന് പൂവൊഴുക്കുന്ന ഒരു പതിവുമുണ്ട്. ടൗണിലേക്ക് പൂ വാങ്ങാൻ പോകുന്നതിനിടയിൽ ആൾ സഞ്ചാരമില്ലാത്ത ഒരു ചെറു റോഡുണ്ട്. അവിടെ വെച്ച് കൃത്യം നിർവഹിച്ചാൽ സാക്ഷികൾ ആരും ഉണ്ടാവില്ല. അണ്ണൻ ഊഹിച്ചതൊക്കെ ശരിയാ. ആ പൂക്കാരി പെണ്ണിനെ കുറിച്ച് ഞാൻ ഇവിടെയൊക്കെ അന്വേഷിച്ചു. എന്നിട്ട് എന്ത് വിവരോ കിട്ടിയേ? അതാ ഞാൻ പറഞ്ഞത്, അണ്ണൻ ഊഹിച്ചതൊക്കെ ശരിയാണെന്ന്. ഈ ഭാഗത്തുള്ള ഒട്ടുമുക്കാലും ആൾക്കാർക്ക് ആ പെണ്ണിനെ കുറിച്ച് നല്ല അറിവാണ്. അന്യദേശത്ത് നിന്ന് വരുന്ന ഭക്തർക്ക് പോലും ഈ കുട്ടിയുടെ കാര്യങ്ങൾ അറിയാം. എന്നിട്ട് അവരെന്താ പറഞ്ഞേ? അച്ഛനമ്മമാര് അമ്പലമുറ്റത്ത് നടതള്ളിപ്പോയത് മുതലുള്ള എല്ലാ കാര്യങ്ങളും. അവളുടെ അനുജനെ ആരോ എടുത്തോണ്ട് പോയതും അയാളെ പിന്തുടർന്ന് അവളെ അയാൾ നദിയിലെറിഞ്ഞതും അവിടെ നിന്ന് അമ്പലമുറ്റത്ത് കട നടത്തിയിരുന്ന ഒരാളിന് ആ കുട്ടിയെ ജീവനോടെ കിട്ടിയതും എല്ലാം ആൾക്കാർ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവൾ അന്ന് ഞാൻ വെള്ളത്തിലെറിഞ്ഞ പെൺകുട്ടിയാണെന്ന് അല്ലേ? കിഷന്റെ സ്വന്തം സഹോദരിയാണെന്ന്. അതെ അണ്ണാ, അത് തന്നെ. കിഷൻ അന്നൊരു 3 വയസ്സ് കാണും. ആ കാലമൊക്കെ ഓർമ്മയിൽ വെക്കാനുള്ള ബോധമൊന്നും അന്നവനുണ്ടായിരുന്നില്ല. 4-5 ദിവസം അവൻ അച്ഛ, അമ്മ, ചേച്ചി എന്നൊക്കെ വിളിച്ച് കരഞ്ഞു. പിന്നീട് വനജീവമായിട്ടൊക്കെ ഇണങ്ങി. ഇന്ന് അവനോട് നിന്നെ പറ്റത് വനജയല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ അവരെ ഇടിക്കും. അത്രയ്ക്കുണ്ട് അവന് വനജയോടുള്ള സ്നേഹം. അത് നല്ലതല്ലേ അണ്ണാ? അതെ, അത് നല്ലതാണ്. അത് എന്നും നിലനിൽക്കുകയും വേണം. ഇന്നിപ്പോ എന്റെയും വനജയുടെ ലോകം തന്നെ അവരാ. ആ ലോകം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല അണ്ണാ. അണ്ണൻ എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന ഏത് കണക്കിലെന്നേ പറയുന്നേ? നോക്ക്, ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്ത്, ഈ അമ്പലത്തിന്റെ ചുറ്റുവട്ടത്ത് 100 കണക്കിന് പെൺകുട്ടികളുണ്ട്. അവരുടെ ആരുടെ അടുത്തും അവൻ ചേച്ചിന്ന് വിളിച്ച് ചങ്ങാത്തം കൂടിയിട്ടില്ല. ആകെ ചങ്ങാത്തമുള്ളത് ഇവളോട് മാത്രമാ. അതിന്റെ അർത്ഥം എന്താ? അതാണ് രക്തബന്ധം. അത് എന്റെ രക്തമാണെന്ന് മനസ്സിലാക്കാതെ തന്നെ ആ രക്തത്തോട് നമ്മൾ യോജിപ്പിലെത്തും. എനിക്കിപ്പോ പേടിയേ വിക്രമ. അവള് സ്വന്തം ചേച്ചിയാണെന്ന് തിരിച്ചറിയുന്ന ദിവസം അവന് ഞങ്ങൾക്ക് നഷ്ടമാവും. അങ്ങനെ ഒരു ദുരന്തത്താകാൻ എനിക്ക് സാധിക്കില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അണ്ണൻ പറ. കൊല്ലണം. അവളെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണം. വിക്രമ, ആരും നമ്മളെ സംശയിക്കാത്ത തരത്തിൽ അവൾ മരിക്കണം. കൊല്ലണം അവളെ. ചേച്ചി, എൻ്റെ അച്ഛൻ കള്ളനാ. ഞാനും അച്ഛൻ്റെ വഴി കുറേയൊക്കെ സഞ്ചരിച്ചു. പക്ഷെ അതൊക്കെ എൻ്റെ ജീവിതത്തെ ഇങ്ങനെ സ്വാധീനിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാം ഇന്നത്തോടെ അവസാനിച്ചു. ഇനി മേലാൽ കാണാൻ ശ്രമിക്കരുതെന്ന് അഖില പറഞ്ഞപ്പോ ഞാൻ തകർന്നുപോയി ചേച്ചി. ചേച്ചി വിചാരിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും.
സുരേഷ, എന്നടാ അപ്പനെ കണ്ടിട്ടൊരു മൈൻഡ് ഇല്ലാതെ? എന്താടാ, എന്താ നിന്റെ പ്രശ്നം? ആ, എന്തുണ്ടെങ്കിലും പറ. ഒന്നുമില്ലപ്പാ. ഡാ, നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ അപ്പന് ജീവനോടത്തോളം കാലം അപ്പന് കഴിയുന്നതാണെങ്കിൽ അപ്പനത് പരിഹരിച്ചു തരും. അതിനുവേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും അപ്പനത് ചെയ്യും. നിനക്ക് നോന്നൊന്നും കാണാനോ ക്ഷമിക്കാനോ നിന്റെ അപ്പനാവില്ല. പറ മോനെ, എന്താ നിന്റെ പ്രശ്നം? അത് ഒന്നുമില്ലപ്പാ. മോനെ, പറ, നിന്നെ ആരെങ്കിലും തല്ലിയോ? ആക്ഷേപിച്ചോ? അധിക്ഷേപിച്ചോ? ആ, പറയടാ. ദേ, നിന്റെ മേലൊരുത്തൻ കൈവച്ചിട്ടുണ്ടെങ്കിൽ ആ കൈ ഞാൻ വെട്ടും. അപ്പാ, ഇതൊന്നുമല്ല. അവളെ എനിക്ക് വേണം. അവളില്ലാതെ എനിക്ക് പറ്റില്ലപ്പാ. അവളല്ലേ നിന്നെ വിളിച്ച് വീട്ടിൽ കയറ്റിയതും കൂട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞതൊക്കെ? ആ, എന്നിട്ടിപ്പോ എന്താ സംഭവിച്ചേ? അത് പിന്നെ ഞാൻ അവളോട് പറഞ്ഞിരുന്നത് അപ്പന് വലിയ ബിസിനസ് ആണെന്നാണ്. ഞാനും ചില ബിസിനസ്സുകൾ ആരംഭിക്കാനുള്ള ശ്രമത്തിലാണെന്നൊക്കെ ആയിരുന്നു. ആ, എന്നിട്ടിപ്പോ എന്താ? അന്നത്തെ ആ സംഭവത്തോടെ അവളുടെ അച്ഛനും കുമാരേട്ടനും ഒക്കെ നമ്മളെക്കുറിച്ച് അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നു. ഇപ്പോ അവളും അതറിഞ്ഞു. എന്നിട്ട് ഓ, പറയടാ. അപ്പൊ അവള് ബ്രേക്കപ്പായി. ഞാനുമായിട്ട് ഇനി ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞു. എനിക്ക് അവളെ മറക്കാൻ പറ്റില്ലപ്പാ. അത്രയ്ക്ക് ഇഷ്ടം അവളെ.